ഹലോ വെൽക്കം ടു ഡേ 16. ഇന്ന് നമ്മൾ പൈത്തണിലെ പാക്കേജസ് ആൻഡ് മൊഡ്യൂൾസ് അല്ലെങ്കിൽ മൊഡ്യൂൾസ് ആൻഡ് പാക്കേജസിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഡേ 16 എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ന്യൂ പൈത്തൺ ഫയൽ എന്ന് പറഞ്ഞിട്ട് ഒരു മൊഡ്യൂൾ math.py ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ പൈത്തണിൽ ഇങ്ങനെ നമ്മൾ .py എക്സ്റ്റൻഷനിൽ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ ഫയൽസും മൊഡ്യൂൾസ് ആണ്. ഓക്കെ, ഈ മൊഡ്യൂളിനെ നമുക്ക് വേറൊരു ഫയലിലോട്ട് ഇമ്പോർട്ട് ചെയ്യുകയും അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വേരിയബിൾസിനെയും ഫംഗ്ഷൻസിനെയും എല്ലാം അവിടെ ഇമ്പോർട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. അതെങ്ങനെയാണെന്ന് നമുക്ക് കാണാം. അപ്പോൾ മൊഡ്യൂൾ math.py ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇതിനകത്ത് ഞാൻ 2 ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, def ഒരു സം ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷനും, ഓക്കെ ഇത് സം ഓഫ് എലമെന്റ്സിന്റെ ലിസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷനാണ് ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ലിസ്റ്റ് അതിന് ആർഗ്യുമെന്റ് ആയിട്ട് L പാസ് ചെയ്യണം. നമുക്ക് ഡയറക്ട്ലി സം ഓഫ് എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ച് ലിസ്റ്റിലെ എലമെന്റ്സിന്റെ സമ്മ് കണ്ടുപിടിക്കാം. ഞാനിപ്പോൾ അതിന്റെ ലോജിക് മുഴുവൻ എഴുതാൻ പോവാണ്. s=0 എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു ഫോർ i ഇൻ ലിസ്റ്റ്. ഓക്കെ, ഫോർ ഈച്ച് എലമെന്റ് ഇൻ ലിസ്റ്റ് s s+i, റൈറ്റ്. ഇപ്പോൾ എസ്സിൽ നമ്മുടെ സം ഓഫ് എലമെന്റ്സിന്റെ ലിസ്റ്റ് വരും. അത് ഞാൻ റിട്ടേൺ ചെയ്യുന്നില്ല, ഇവിടെ തന്നെ പ്രിന്റ് ചെയ്യുകയാണ്. ഓക്കെ, സോ പ്രിന്റ് എസ് കൊടുത്താൽ സം ഓഫ് എലമെന്റ്സ് ഇൻ L നമുക്ക് കിട്ടും. ഇതേ ലോജിക് പോലെ തന്നെയാണ് നമ്മൾ പ്രോഡക്റ്റ് ഓഫ് എലമെന്റ്സിന്റെ ലിസ്റ്റും കണ്ടുപിടിക്കുക. പ്രോഡക്റ്റ് അണ്ടർസ്കോർ ലിസ്റ്റ് എന്ന് വെച്ചു, L പാസ് ചെയ്തു, എന്നിട്ട് സം p = 1 എന്ന് കൊടുത്തു ഫോർ i ഇൻ L. ഓക്കെ, p = p ഇൻറ്റു i. ഓക്കെ, നമ്മൾ ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്ന അതേ ലോജിക്, എന്നിട്ട് പ്രിന്റ് p. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ പ്രോഡക്റ്റ് ഓഫ് എലമെന്റ്സിന്റെ ലിസ്റ്റും ഈ ഒരു ഫംഗ്ഷൻ സം ഓഫ് എലമെന്റ്സിന്റെ ലിസ്റ്റും തരുന്നതാണ്. ഓക്കെ, നമുക്ക് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ഈ ഫംഗ്ഷൻസ് എങ്ങനെയാണ് കോൾ ചെയ്യുക? നമ്മൾ ഡയറക്ട്ലി സം ലിസ്റ്റ് ഓഫ് ഒരു ലിസ്റ്റ് ഇവിടെ കൊടുക്കാം. 1 2 3 4 എന്ന് കൊടുത്താൽ, ഓക്കെ, ഈ പ്രോഗ്രാം റൺ ചെയ്താൽ ഇവിടെ 10 എന്ന് പ്രിന്റ് ആവും. പ്രോഡക്റ്റ് ലിസ്റ്റ് ഓഫ് ഈ ലിസ്റ്റ് തന്നെ നമുക്ക് കൊടുക്കാം. 1 2 3 4 എന്ന് കൊടുത്താൽ റൺ ചെയ്താൽ 24 എന്ന് വരും. ഓക്കെ, 1 × 2 × 3 × 4. അപ്പം ഇങ്ങനെയാണ് നമ്മൾ സാധാരണ പ്രോഗ്രാം ചെയ്യുക. ഇപ്പം ഞാൻ ഇതല്ല ചെയ്യാൻ പോകുന്നത്. ഈ 2 ലൈൻസ് നമുക്ക് വേണ്ട. നമ്മൾ ഇവിടെ നിന്ന് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നില്ല. നമ്മൾ ഇതിനെ മൊഡ്യൂളായിട്ട് വേറൊരു ഫയലിലോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഡേ 16 വീണ്ടും ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്. ന്യൂ പൈത്തൺ ഫയൽ, നമുക്കൊരു main.py എന്ന് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്ത സം ഓഫ് എലമെന്റ്സിന്റെ ലിസ്റ്റ് കണ്ടുപിടിക്കാനും പ്രോഡക്റ്റ് ഓഫ് എലമെന്റ്സിന്റെ ലിസ്റ്റ് കണ്ടുപിടിക്കാനുള്ള 2 ഫംഗ്ഷൻസിന് ഞാൻ ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പോവാണ്. അത് വളരെ എളുപ്പമാണ്. ഇമ്പോർട്ട് മൊഡ്യൂൾ മാത്ത് എന്ന് കൊടുത്താൽ ആ മൊഡ്യൂൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ആവും. എന്നിട്ട് നമുക്ക് അതിലെ ഫംഗ്ഷൻസിനെ വിളിക്കണമെങ്കിൽ മൊഡ്യൂൾ മാത്ത് ഡോട്ട്, ഓക്കെ, ഡോട്ട് ഓപ്പറേറ്റർ വെച്ചിട്ട് സം ലിസ്റ്റ് ഓഫ്, ഇവിടെ നിന്ന് നമുക്കൊരു ലിസ്റ്റ് കൊടുക്കാം. ഓക്കെ, 3 4 5 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇത് റൺ ചെയ്താൽ നമുക്ക് 3 + 4 + 5 9 + 3 അല്ലേ 12 എന്ന് പ്രിന്റ് ആവും. അതുപോലെ തന്നെ നമുക്ക് പ്രോഡക്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ മൊഡ്യൂൾ മാത്ത് ഡോട്ട് പ്രോഡക്റ്റ് ലിസ്റ്റ് ഓഫ് നമുക്കൊരു 6 7 8 എന്ന് കൊടുത്താൽ ഈ 6 7 8ന്റെ പ്രോഡക്റ്റ് 336 അതും ഇവിടെ പ്രിന്റ് ആവും. ഓക്കെ, നമ്മൾ അവിടെ പ്രിന്റ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ റിട്ടേൺ ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇത് നമ്മൾ പ്രിന്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. ഇതുപോലെ ഫംഗ്ഷൻസ് മാത്രമല്ല വേരിയബിൾസും ക്ലാസ്സസും എല്ലാം നമുക്ക് മൊഡ്യൂൾസ് നിന്ന് ഇമ്പോർട്ട് ചെയ്യാം. മൊഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും ദിവസം എഴുതിയിരിക്കുന്ന .py ഫയൽസ് ഉണ്ടല്ലോ, അത് തന്നെയാണ്. അതിനകത്ത് ഫംഗ്ഷൻസ് ഉണ്ടാവാം, അതല്ലാണ്ടുള്ള എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവാം, എല്ലാം ഉണ്ടാവാം. നമുക്ക് ഓരോന്നായിട്ട് കാണാം. അപ്പോൾ നമുക്ക് ഈ മൊഡ്യൂളിൽ ഒരു വേരിയബിളും കൂടെ ഡിഫൈൻ ചെയ്യാം. ഞാനൊരു സ്ട്രിംഗ് വേരിയബിൾ ഡിഫൈൻ ചെയ്യാണ്. എന്താണ് പേര് കൊടുക്കുക? ഒരു മെസ്സേജ്, ഓക്കെ, = this is math, this is module math എന്നുള്ള ഒരു സ്ട്രിംഗ് വേരിയബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇതിനെയും നമുക്ക് ഇവിടെ നിന്ന് വിളിക്കാം. ഓക്കെ, എങ്ങനെയാ വിളിക്കുക? മൊഡ്യൂൾ മാത്ത് ഡോട്ട് മെസ്സേജ്. ഓക്കെ, ഇത് നമ്മൾ പ്രിന്റ് ചെയ്യണം, എന്നാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഔട്ട്പുട്ടിൽ. ഓക്കെ, പ്രിന്റ് മൊഡ്യൂൾ മാത്ത് ഡോട്ട് മെസ്സേജ്, എന്നിട്ട് റൺ മെയിൻ ചെയ്താൽ, എന്നിട്ട് റൺ ചെയ്താൽ ദിസ് ഇസ് മൊഡ്യൂൾ മാത്ത് എന്നുള്ള ആ ഒരു മെസ്സേജും ആ ഒരു വേരിയബിളും ഇങ്ങോട്ട് ഇമ്പോർട്ടായി നടത്തും. അപ്പം ഇങ്ങനെ വേരിയബിൾസ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ തൽക്കാലം ഞാൻ ഈ വേരിയബിൾ ഡിലീറ്റ് ചെയ്യാണ്. ഓക്കെ, ഈ മൊഡ്യൂൾ മാത്തിലും ഞാൻ ഇത് ഡിലീറ്റ് ചെയ്യാണ്. ഇങ്ങനെ നമ്മൾ വലിയ സോഫ്റ്റ്വെയർ ഒക്കെ എഴുതുമ്പോൾ ഒരുപാട് മൊഡ്യൂൾസ് ഉണ്ടാവും. അപ്പോൾ മൊഡ്യൂൾസിൽ നമുക്കൊരു ഡോക്യുമെന്റേഷൻ ആഡ് ചെയ്യാവുന്നതാണ്. മൊഡ്യൂൾ math.py വന്നിട്ട് ട്രിപ്പിൾ കോഡ്സ് ഇട്ടിട്ട്, ട്രിപ്പിൾ കോഡ്സ് ആണല്ലോ നമ്മൾ മൾട്ടിപ്പിൾ ലൈൻസ് ഓഫ് കമന്റ്സ് എഴുതാൻ ഉപയോഗിക്കാമെന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. ട്രിപ്പിൾ കോഡ്സ് ഇട്ടിട്ട് നമുക്ക് മൊഡ്യൂൾസിനെ പറ്റിയിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷൻ, എന്തെങ്കിലും ഇൻഫർമേഷൻ, ദിസ് ഇസ് എ മൊഡ്യൂൾ ദാറ്റ് finds the sum
than product of elements in a list created on 31 Jan 2021. ഓക്കെ, അപ്പോൾ നമ്മളൊരു മൊഡ്യൂളിൽ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ എന്താണെന്ന് അറിയണമെങ്കിൽ നമുക്ക് എന്ത് പ്രിന്റ് ചെയ്താൽ മതി? മൊഡ്യൂൾ നെയിം ഡോട്ട് ഡബിൾ അണ്ടർസ്കോർ ഡോക്ക് DOC, പിന്നെയും ഒരു ഡബിൾ അണ്ടർസ്കോർ. ഓക്കെ, അപ്പോൾ ഈ ഡബിൾ അണ്ടർസ്കോർ ഡോക്ക് എന്നുള്ളത് നമുക്ക് മൊഡ്യൂളിൻ്റെ ഡോക്യുമെൻറ്റേഷൻ കിട്ടേണ്ടത്. ഇത് റൺ ചെയ്താൽ നമുക്കിവിടെ മൊഡ്യൂളിൻ്റെ ഡോക്യുമെൻറ്റേഷൻ കൂടെ പ്രിന്റ് ആവും. ഒരു മൊഡ്യൂളിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അവിടെ ഡോക്യുമെൻറ്റേഷൻ ആയിട്ട് നമുക്ക് സേവ് ചെയ്യാം. അത് പ്രിന്റ് ചെയ്യാൻ ഡബിൾ അണ്ടർസ്കോർ ഡോക്ക് എന്നുള്ളത് ഉപയോഗിച്ചാൽ മതി. ഓക്കെ, ഇത്രയും നേരം നമ്മൾ മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്തത് എങ്ങനെയാണ്? ഇമ്പോർട്ട് മൊഡ്യൂൾ നെയിം കൊടുത്തിട്ട് അതിനകത്തുള്ള ഫംഗ്ഷൻസ് എല്ലാം ഡോട്ട് ഓപ്പറേറ്റർ വെച്ച് വിളിക്കുക ചെയ്തത്. എല്ലാ ഫംഗ്ഷൻസും നമുക്ക് ഇങ്ങനെ വിളിക്കാം. പക്ഷേ ഇതല്ലാണ്ട് വേറെ രീതികളുണ്ട് ഒരു മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യാൻ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സെക്കൻഡ് main.py എന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇമ്പോർട്ട് മൊഡ്യൂൾ മാത്ത് കൊടുക്കുന്നതിന് പകരം എനിക്കൊരു സ്പെസിഫിക് ഫംഗ്ഷൻ മാത്രം ആ മൊഡ്യൂളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്താൽ മതി എന്ന് വയ്ക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഫ്രം മൊഡ്യൂൾ മാത്ത് ഇമ്പോർട്ട് മേ ബി സം ലിസ്റ്റ് എന്നുള്ള ഫംഗ്ഷൻ മാത്രം എനിക്ക് ഇമ്പോർട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇമ്പോർട്ട് സം ലിസ്റ്റ്, അനാവശ്യമായിട്ട് എല്ലാവരെയും ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു ഫംഗ്ഷനെ മാത്രം മൊഡ്യൂൾ മാത്തിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ സ്പെസിഫിക് ആയിട്ട് ഇന്ന ഫംഗ്ഷൻ ആണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എനിക്കിനി സം ലിസ്റ്റ് ഓഫ് 7, 8, 9 എന്ന് കൊടുത്താൽ റൺ ചെയ്താൽ 24 എന്ന് കിട്ടും. ഇപ്പം ഞാനിവിടെ മൊഡ്യൂൾ മാത്ത് ഡോട്ട് സം ലിസ്റ്റ് എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ വളരെ സ്പെസിഫിക് ആയിട്ട് മൊഡ്യൂൾ മാത്ത് നിന്ന് സം ലിസ്റ്റിനെ ഇമ്പോർട്ട് ചെയ്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഡയറക്റ്റ്ലി ഇനി സം ലിസ്റ്റ് എന്ന് വിളിച്ചാൽ മതി. ഇവിടെ ഞാനിവിടെ പ്രോഡക്റ്റ് ലിസ്റ്റ് എന്ന് വിളിച്ചാൽ വരുമോ? 1, 2 എന്ന് കൊടുത്താൽ അവിടെ തന്നെ എററാണ് കാണിക്കുന്നത്. കേട്ടോ, പ്രോഡക്റ്റ് ലിസ്റ്റ് ഇസ് നോട്ട് ഡിഫൈൻഡ്, അതിനെ ഞാൻ ഇമ്പോർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, പക്ഷെ ഇവിടെ എനിക്ക് ഡോട്ട് ഉപയോഗിച്ചിട്ട് എല്ലാവരെയും വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു രീതി. നമുക്ക് ഒരു ഫംഗ്ഷനോ മറ്റോ വേണ്ടുമെങ്കിൽ നമ്മൾ ഫുൾ മൊഡ്യൂളിനെ ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആ സ്പെസിഫിക് ഫംഗ്ഷനെയോ വേരിയബിളിനെയോ ഇമ്പോർട്ട് ചെയ്താൽ മതി. ഇനി വേറൊരു വഴിയുണ്ട്. ഫ്രം മൊഡ്യൂൾ മാത്ത് ഇമ്പോർട്ട് സ്റ്റാർ എന്ന് കൊടുക്കാം. ഇമ്പോർട്ട് സ്റ്റാർ എന്ന് കൊടുത്താൽ ആ മൊഡ്യൂളുമായി ബന്ധപ്പെട്ട എല്ലാ ഫംഗ്ഷൻസും എല്ലാ വേരിയബിൾസും ഇമ്പോർട്ട് ആവും. അപ്പം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടോ, ഇപ്പം തന്നെ ആ പ്രോഡക്റ്റ് ലിസ്റ്റിൻ്റെ എറർ പോയി. റൺ ചെയ്താൽ രണ്ടും റൺ ആവും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഡയറക്റ്റ് ആയിട്ട് സം ലിസ്റ്റ് പ്രോഡക്റ്റ് ലിസ്റ്റ് എന്ന് വിളിക്കാം. ഇങ്ങനെ സ്റ്റാർ ഇട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത് ഒരിക്കലും ഒരു റെക്കമെൻഡഡ് മെത്തേഡ് അല്ല. അതായത് ഒരു മൊഡ്യൂളിനകത്തുള്ള എല്ലാ ഫംഗ്ഷൻസിനെയും വേരിയബിൾസിനെയും കൂടെ ഇമ്പോർട്ട് ചെയ്യാന്നുള്ളത് നെയിംസ് ക്ലാഷ് ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതായത് നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഈ സെക്കൻഡ് main.py എന്ന് പറഞ്ഞ ഫയലിൽ ഒരു സം എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട് വിചാരിക്കുക. നിങ്ങൾ ഈ ഇമ്പോർട്ട് ചെയ്യുന്ന മൊഡ്യൂൾ മാത്തിനകത്തും അത് എഴുതിയത് വേറെ ആളാണെങ്കിൽ അയാളും ഒരു സം എന്നുള്ള വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓൾറെഡി ഉള്ള സമ്മ് ഓവർ റൈറ്റ് ആവും മറ്റേ വേരിയബിൾ വെച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ ക്ലാഷ് ഉണ്ടാവാൻ സാധ്യതയുള്ളത് കാരണം ആവശ്യമുള്ള ഫംഗ്ഷൻസ് മാത്രം മൊഡ്യൂൾസ് നിന്ന് ഇമ്പോർട്ട് ചെയ്യാണ് നല്ലത്. ഇനി ഇമ്പോർട്ടിനെ കുറിച്ച് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, മൊഡ്യൂൾ നെയിംസ് വളരെ വലുതാണെങ്കിൽ നമുക്ക് ഷോർട്ട് ഹാൻഡ് ആയിട്ട് ഇമ്പോർട്ട് ചെയ്യാം. അതായത് നമ്മൾക്ക് തിരിച്ച് main.py പോവാം. ഇവിടെ ഞാൻ ഇമ്പോർട്ട് മൊഡ്യൂൾ മാത്ത് എന്നുണ്ടല്ലോ. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മുടെ മൊഡ്യൂൾ മാത്ത് ഡോട്ട് സം ലിസ്റ്റ്, മൊഡ്യൂൾ മാത്ത് ഡോട്ട് പ്രോഡക്റ്റ് ലിസ്റ്റ് എന്ന് വിളിക്കുന്നതിന് പകരം ഇമ്പോർട്ട് മൊഡ്യൂൾ മാത്ത് ആസ് empty എന്ന് കൊടുക്കാം. ഓക്കെ, അതായത് മൊഡ്യൂൾ മാത്തിനെ empty എന്നുള്ള പേരിൽ ഇമ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ ഇനി മുതൽ നമുക്കിവിടെ empty.sumList, empty.productList, empty.doc എന്നൊക്കെ കൊടുത്താൽ തന്നെ ഇത് റൺ ചെയ്താൽ വർക്കാവും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ numpy ഒക്കെ ഉപയോഗിക്കുമ്പോൾ സാധാരണ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇമ്പോർട്ട് numpy as np, ഇമ്പോർട്ട് pandas as pd എന്നൊക്കെ. അപ്പോൾ അത് ഒരു ഈസ് ഓഫ് യൂസിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. വലിയ മൊഡ്യൂൾ നെയിം ആണെങ്കിൽ റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ മൊഡ്യൂൾസിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കൊരു എക്സാമ്പിളും കൂടെ ചെയ്യാം. അപ്പോൾ മൊഡ്യൂൾസ് ക്ലിയർ ആവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാനിതൊക്കെ ക്ലോസ് ചെയ്യാണ്. ഞാനൊരു പുതിയ ഫയൽ ഉണ്ടാക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ന്യൂ പൈത്തൺ ഫയൽ, ഇതിനകത്ത് ജനറേറ്റ് കീ, അപ്പോൾ ഞാൻ generate_key.py എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഇതിനകത്ത് ഞാനൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഫംഗ്ഷൻ്റെ പേരാണ് കീ ജനറേറ്റർ. ഓക്കെ, എന്നിട്ട് കീ ജനറേറ്ററിലേക്ക് ഒരു പാസ് കോഡ് പാസ് ചെയ്യും. ഓക്കെ, ഈ പാസ് കോഡ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു പാസ്വേഡ് വെച്ചിട്ട് ഒരു സീക്രട്ട് കീ ജനറേറ്റ് ചെയ്യണം. അതിനുള്ള ഫംഗ്ഷനാണ് ഞാൻ എഴുതാൻ പോകുന്നത്. ഇതിൻ്റെ ലോജിക്ക് ഞാൻ വളരെ ചെറിയൊരു ലോജിക്കാണ്. ഇപ്പോൾ ഞാനൊരു ആപ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രിങ് പാസ് ചെയ്യണം. പാസ് കോഡ് ആപ്പിൾ ആണെന്ന് വിചാരിക്കുക.
ആപ്പിളിന്റെ ഓരോ ലെറ്റർ എടുക്കും, എ എടുക്കും, പി എടുക്കും, പി എടുക്കും, എൽ എടുക്കും, ഇ എടുക്കും. എന്നിട്ട് ഓരോ ലെറ്ററിന്റെയും കറസ്പോണ്ടിങ് ആസ്കി വാല്യൂ കണ്ടുപിടിക്കും. എന്നിട്ട് ഈ ആസ്കി വാല്യൂ എല്ലാം കൂടെ സം ചെയ്യും. അതാണ് ആപ്പിളിന്റെ സീക്രട്ട് കീ. അങ്ങനെ എല്ലാ പാസ്വേഡിനും ഒരു സീക്രട്ട് കീ ഉണ്ടാക്കാനുള്ള ഒരു ഫംഗ്ഷനാണ് ഞാൻ എഴുതാൻ പോകുന്നത്. അപ്പോൾ പാസ് കോഡ് എനിക്കിവിടെ കിട്ടി. നമ്മൾ സമ്മൊക്കെ കണ്ടുപിടിക്കുന്ന ലോജിക്ക് തന്നെ. അപ്പം ഞാൻ കീവേഡ് ആദ്യം 0 എന്ന് കൊടുക്കും. ഓക്കെ, എന്നിട്ട് 4 ലെറ്റർ ഇൻ പാസ്കോഡ്, അതായത് ആപ്പിൾ ആണെങ്കിൽ ആപ്പിളിലെ ഓരോ ലെറ്ററും എ ആദ്യം എടുക്കും, പി ആദ്യം പിന്നെ എടുക്കും, അങ്ങനെ. എന്നിട്ട് കീവേഡ് ഇസ് ഈക്വൽ ടു കീവേഡ് പ്ലസ് ORD ഓഫ് ലെറ്റർ. ORD ഫംഗ്ഷൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഓരോ ലെറ്ററിന്റെയും ആസ്കി വാല്യൂ റിട്ടേൺ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ ORD ഓഫ് ലെറ്റർ എന്നിട്ടാൽ തന്നെ നമുക്ക് ആസ്കി വാല്യൂ കിട്ടും. അത് കീവേഡിന്റെ കൂടെ ആഡ് ചെയ്ത് വന്നാൽ നമുക്ക് APPLന്റെ ഓരോന്നിന്റെ ആസ്കി വാല്യൂ എന്നിട്ട് എല്ലാത്തിൻ്റെയും കൂടെ സമ്മ് കിട്ടും. ഇതാണ് നമ്മുടെ സീക്രട്ട് കീവേഡ്. എന്നിട്ട് ഞാൻ അതിനെ പ്രിന്റ് ചെയ്യുന്നില്ല, റിട്ടേൺ ചെയ്യാണ്. ഓക്കെ, റിട്ടേൺ കീവേഡ്. ഇതാണ് ഫംഗ്ഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പറയാൻ പെട്ടെന്ന്, ആപ്പിളിൽ നിന്ന് പാസ് ചെയ്തു എന്ന് വിചാരിക്കുക. ആപ്പിളിലെ എ എടുക്കും, എന്നിട്ട് എയുടെ ആസ്കി വാല്യൂ കണ്ടുപിടിച്ചിട്ട് അത് കീവേഡിന്റെ കൂടെ ആഡ് ചെയ്യും. ആദ്യം കീവേഡ് 0 ആണ്, പിന്നെ പി എടുക്കും, പിയുടെ ആസ്കി വാല്യൂ കണ്ടുപിടിച്ചിട്ട് മുന്നത്തെ ആസ്കി വാല്യൂവിന്റെ കൂടെ ആഡ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ആഡ് ചെയ്ത് വരുമ്പോൾ APPLEന്റെ മുഴുവൻ ആസ്കി വാല്യൂസും സം ചെയ്തിട്ട് ഒരു കീവേഡ് ജനറേറ്റ് ചെയ്യും. അപ്പൊ എല്ലാ പാസ്വേഡിനും ഒരു കീവേഡ് ജനറേറ്റ് ചെയ്യുക എന്ന് മാത്രമേ ഇതിന് ഉദ്ദേശമുള്ളൂ. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ പ്രിന്റ്, ഓക്കെ, ദ സീക്രട്ട് കീ ഫോർ ആപ്പിൾ ഈസ് എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് സീക്രട്ട് പ്രിന്റ് കീ ജനറേറ്റർ എന്നുള്ള ഫംഗ്ഷൻ വിളിച്ചിട്ട് അതിലോട്ട് ഞാൻ ആപ്പിൾ എന്നുള്ള വാല്യൂ പാസ് ചെയ്യണം. ഇപ്പം ഞാൻ ഈ പ്രോഗ്രാം റൺ ചെയ്താൽ ദ സീക്രട്ട് കീ ഫോർ ആപ്പിൾ ഇസ് 530 എന്ന് വന്നു. ഇതെവിടെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഞാൻ എഴുതി. ഇനി ഞാൻ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്, ന്യൂ പൈത്തൺ ഫയൽ. അതിന് ഞാൻ സീക്രട്ട് എന്ന് പേര് കൊടുക്കുകയാണ്, secret.py. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ ഇമ്പോർട്ട് ജനറേറ്റ് കീ ആസ് GK എന്ന് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് GK ഡോട്ട് ഓക്കെ കീ ജനറേറ്റർ ആ ഫംഗ്ഷൻ, എന്നിട്ട് ഇവിടെ നിന്ന് ഞാൻ ഓറഞ്ച് എന്ന് പാസ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് അവിടെ നിന്ന് റിട്ടേൺ ആണല്ലോ ചെയ്യുന്നത്, അപ്പോൾ ഇവിടെ പ്രിന്റ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ പ്രിന്റ് GK ഡോട്ട് കീ ജനറേറ്റർ ഓഫ് ഓറഞ്ച് എനിക്ക് എന്ത് തരണം? ഓറഞ്ചിന്റെ സീക്രട്ട് കീ തരണം അല്ലേ. ഇപ്പം ഞാൻ ഇതിന്റെ മുകളിൽ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് കൊടുക്കാം. എന്താ കൊടുക്കുക? വെറുതെ ദ സീക്രട്ട് കീ ഓഫ് ഓറഞ്ച് ഇസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ ഓറഞ്ചിന്റെ വരണം. ഇപ്പം ഞാനിത് റൺ ചെയ്യുമ്പോൾ റൺ സീക്രട്ട് ആണ് ചെയ്യുന്നത്, ഔട്ട്പുട്ട് വരുന്നത്. ഇപ്പം ഞാൻ ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നോക്കൂ, സീക്രട്ട് കീ ഫോർ ഓറഞ്ച് 636 എന്ന് വന്നു. പക്ഷെ അതിന്റെ മേലെ സീക്രട്ട് കീ ഫോർ ആപ്പിൾ ഈസ് 530 എന്ന് വന്നു. ഇതെങ്ങനെയാ വന്നത്? ഞാനിവിടെ ഇമ്പോർട്ട് ജനറേറ്റ് കീ ആസ് GK എന്ന് കൊടുത്തപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോവാം. ജനറേറ്റ് കീ ഡോട്ട് PYയിൽ ഈ ഫംഗ്ഷനും ഇമ്പോർട്ടായി, അതിന്റെ കൂടെ തന്നെ ഈ 2 എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടല്ലോ, വെറുതെ കിടക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ്, അതും ഇമ്പോർട്ടായി. റൈറ്റ്, ഈ സീക്രട്ട് ഡോട്ട് PY റൺ ചെയ്യുമ്പോൾ എനിക്ക് ഓറഞ്ചിന്റെ കീ മാത്രം മതി, ആപ്പിളിന്റെ കീ വേണ്ട. പക്ഷേ ഈ ജനറേറ്റ് കീ ഡോട്ട് PY ഇതിനെ ഞാനൊരു ഫയലായിട്ട് ജസ്റ്റ് റൺ ചെയ്യുമ്പോൾ എനിക്ക് സീക്രട്ട് കീ ഫോർ ആപ്പിൾ വരും വേണം. ഇതിന് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങൾ മുന്നേ പ്രോഗ്രാംസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇഫ് നെയിം ഈക്വൽ ടു എന്താന്ന് ഞാൻ പറയാം, മെയിൻ, അതിനകത്ത് നമ്മുടെ ഈ 2 എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റ്സ് ഇടാം. അതെന്താണെന്ന് ഞാൻ ഇപ്പം തന്നെ പറയാം. ഓക്കെ, ഇങ്ങനെ ഇട്ടിട്ട് ഇനി ഞാനിവിടെ ജനറേറ്റ് കീ ഡോട്ട് PY റൺ ചെയ്യുമ്പോൾ സീക്രട്ട് കീ ഫോർ ആപ്പിൾ വന്നു. സീക്രട്ട് ഡോട്ട് PY ഇങ്ങോട്ട് പോയിട്ട് ഓറഞ്ചിന്റെ റൺ ചെയ്യുമ്പോൾ നോക്കൂ, അവിടെ ഓറഞ്ച് മാത്രമേ വരുന്നുള്ളൂ. ഇപ്പോൾ ഈ എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടല്ലോ 2 ഇത് ഈ സീക്രട്ട് ഡോട്ട് PYയിലോട്ട് ഇമ്പോർട്ട് ആകുന്നില്ല, ഓൺലി ഈ ഫംഗ്ഷനെ ഇമ്പോർട്ട് ആവുന്നുള്ളൂ. അതിന് കാരണം എന്താണെന്ന് പറയാം. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ഞാൻ പറയാം. ഈ നെയിം എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, $_name എന്നുള്ള വേരിയബിൾ. ഇത് ഒരു സ്പെഷ്യൽ വേരിയബിൾ ആണ് പൈത്തണിൽ. നമ്മൾ പൈത്തൺ ഫയൽസ് റൺ ചെയ്യുമ്പോൾ പൈത്തൺ ഇന്റർപ്രറ്റർ ഈ വേരിയബിളിന്റെ വാല്യൂ സെറ്റ് ആക്കും. ഈ വാല്യൂ എങ്ങനെയാണ് സെറ്റ് ആക്കുക എന്ന് വെച്ചാൽ, നമ്മൾ ഈ പൈത്തൺ ഫയലിനെ ഒരു സ്ക്രിപ്റ്റ് ആയിട്ടാണ് റൺ ചെയ്യുന്നതെങ്കിൽ, അതായത് ഞാൻ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് റൺ എന്ന് അടിക്കുകയാണെങ്കിൽ ഈ നെയിമിന്റെ വാല്യൂ മെയിൻ എന്നായിരിക്കും. ഓക്കെ,
ഇനി ഇതേ പൈത്തൺ ഫയലിനെ നമ്മളൊരു മൊഡ്യൂളായിട്ടാണ് റൺ ചെയ്യുന്നതെങ്കിൽ, അതായത് ഞാനിവിടെ secret.py പോയിട്ട് ഇവിടെ നിന്നാണ് റൺ കൊടുക്കുന്നതെങ്കിൽ, ഇവിടെ നിന്ന് റൺ കൊടുക്കുമ്പോഴും ഈ generate_key.py എന്നുള്ള ഫയൽ റൺ ആവും, ആ കോഡെല്ലാം എക്സിക്യൂട്ട് ആവും. അങ്ങനെ ആകുമ്പോൾ നെയിമിന്റെ വാല്യൂ മെയിൻ ആയിരിക്കുകയില്ല, നെയിമിന്റെ വാല്യൂ മൊഡ്യൂൾ നെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇഫ് കൊടുത്താൽ ഇഫ് നെയിം മെയിൻ ആവുകയാണെങ്കിൽ മാത്രം ഈ 2 ലൈന് റൺ ആവണം. അതിൻ്റെ അർത്ഥം എന്താ? അതായത് ഞാൻ ഇവിടെ നിന്ന് റൺ അടിക്കുമ്പോൾ മാത്രമേ ആപ്പിളിന്റെ സീക്രട്ട് കീ ജനറേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ മാത്രമേ നെയിമിന്റെ വാല്യൂ മെയിൻ ആവുള്ളൂ. ഞാൻ ഇപ്പുറത്തെ സീക്രട്ടിൽ പോയിട്ട് അവിടെ നിന്നാണ് റൺ കൊടുക്കുന്നതെങ്കിൽ നെയിമിന്റെ വാല്യൂ ഇവിടെ മെയിൻ അല്ല, അതുകൊണ്ട് ഇത് റൺ ആവില്ല, ആപ്പിളിന്റെ പാർട്ട് റൺ ആവില്ല. ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ജനറേറ്റ് കീന്റെ ഇവിടെ വന്നിട്ട് നമുക്കിതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, പ്രിന്റ് ദ വേരിയബിൾ നെയിം ഈസ് എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ഒരു പ്രിന്റ് കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ആ വേരിയബിളിന്റെ വാല്യൂ നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നെയിം പ്രിന്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് റൺ ചെയ്യാണ്. generate_key.py എന്ന് റൺ ചെയ്യുമ്പോൾ നോക്കൂ, വേരിയബിൾ നെയിം ഇസ് മെയിൻ എന്ന് വന്നു, റൈറ്റ്. ഇനി ഞാൻ secret.py വെച്ചിട്ട് അതിനെ ഇമ്പോർട്ട് ചെയ്തിട്ട് റൺ ചെയ്യുമ്പോൾ റൺ സീക്രട്ട് ആണ് കൊടുക്കുന്നത്. നോക്കൂ, ദ വേരിയബിൾ നെയിം ഇസ് generate key. generate key എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഫയലിന്റെ പേരാണ്, അതായിരിക്കും അപ്പോൾ നെയിമിന്റെ വാല്യൂ. അതുകൊണ്ട് തന്നെ അപ്പോൾ ഈ ഇഫ് കണ്ടീഷൻ ട്രൂ ആവില്ല. അതുകൊണ്ട് തന്നെ സീക്രട്ട് എന്ന് റൺ ചെയ്യുമ്പോൾ ഈ 2 ലൈൻസ് ഓഫ് കോഡ് എക്സിക്യൂട്ട് ആവില്ല. അപ്പൊ എപ്പോഴും നമ്മൾ മൊഡ്യൂൾസ് എഴുതുമ്പോൾ നമുക്ക് ഇമ്പോർട്ട് ചെയ്യണ്ട എന്നുള്ള കോഡ് ഉണ്ടെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യണം? ഇഫ് നെയിം ഈക്വൽ ടു മെയിൻ എന്നുള്ള കണ്ടീഷനകത്ത് എഴുതണം. ഇപ്പൊ പൈത്തണിലെ മൊഡ്യൂൾസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നും ഇമ്പോർട്ട് ചെയ്യേണ്ടതെന്നും എല്ലാം ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതല്ലാണ്ട് ഇൻബിൽഡ് ആയിട്ട് പൈത്തണിൽ ഒരുപാട് മൊഡ്യൂൾസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ ഇമ്പോർട്ട് മാത്ത് മൊഡ്യൂളിൽ പൈത്തണിൽ ഇൻബിൽഡ് ആയിട്ടുള്ള മൊഡ്യൂളാണ് math.square_root_9. ഓക്കെ എന്ന് കൊടുത്തിട്ട് ഇത് നമുക്ക് പ്രിന്റ് ചെയ്യാം. പ്രിന്റ് ചെയ്താൽ 3.0 എന്ന് വരും. ഓക്കെ, ഇതുപോലെ ഒരുപാട് ഇൻബിൽഡ് മൊഡ്യൂൾസ് പൈത്തണിലുണ്ട്. നമ്മളൊരു ലാർജ് അപ്ലിക്കേഷൻ എപ്പോഴും ചെറിയ ചെറിയ മൊഡ്യൂൾസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് കോഡ് എഴുതാണ് നല്ലത്. കോഡ് കുറച്ചും കൂടെ റീഡബിൾ ആവും, അണ്ടർസ്റ്റാൻഡബിൾ ആവും. അതുപോലെ തന്നെ മെയിൻ്റനൻസ് ഈസി ആയിരിക്കും. ഒരു മൊഡ്യൂളിൽ എന്തെങ്കിലും അപ്ഡേഷൻ വേണമെങ്കിലോ അല്ലെങ്കിൽ ഡീബഗ് ചെയ്യണമെങ്കിലോ ആ മൊഡ്യൂളിനെ മാത്രം നമുക്ക് കറക്റ്റ് ചെയ്താൽ മതി, അവിടെ മാത്രം ചേഞ്ചസ് വരുത്തിയാൽ മതി. ബാക്കിയുള്ള മൊഡ്യൂൾസിനെ എഫക്റ്റ് ചെയ്യാണ്ട് നമുക്കിത് ചെയ്യാനും പറ്റും. ഓക്കെ, ഇങ്ങനെ നമ്മൾ ലാർജ് അപ്ലിക്കേഷൻ എല്ലാം എഴുതുമ്പോൾ ഒരുപാട് മൊഡ്യൂൾസ് ഉണ്ടാവും. ഈ മൊഡ്യൂൾസിന് ഒരു ഹൈറാർക്കിയൽ സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാക്കേജസ് ക്രിയേറ്റ് ചെയ്യുന്നത്. പാക്കേജസ് എന്ന് പറഞ്ഞാൽ അഗെയിൻ ഒന്നുമില്ല, നമ്മൾ ഈ ന്യൂ ഡയറക്ടറി എന്ന് പറഞ്ഞിട്ട് പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യില്ലേ, അങ്ങനെ ഒരു ഫോൾഡർ സ്ട്രക്ചർ തരാനാണ് പാക്കേജസ് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് ചെയ്ത് തന്നെ പഠിക്കാം. അപ്പം ഞാനിവിടെ day 16 അകത്ത് ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് day 16 ന്യൂ പൈത്തൺ പാക്കേജിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. ഓക്കെ, എന്നിട്ട് എന്ത് നെയിമാണ് കൊടുക്കുക? മാത്ത് പാക്കേജ് എന്ന് കൊടുക്കുക. മാത്ത് മൊഡ്യൂളാണല്ലോ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തത് അല്ലേ. മാത്ത് പാക്കേജ് എന്ന് പറഞ്ഞിട്ടൊരു പാക്കേജ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു പാക്കേജ് ക്രിയേറ്റ് ആയി. ഇപ്പോൾ ഇവിടെ മാത്ത് പാക്കേജ് എന്ന് പറഞ്ഞിട്ടൊരു പാക്കേജ് ക്രിയേറ്റ് ആയി. അതിനകത്ത് ഓട്ടോമാറ്റിക്കലി init.py എന്ന് പറഞ്ഞിട്ടൊരു പൈത്തൺ ഫയലും ഉണ്ടായിട്ടുണ്ട്. init.py ഒരു ബ്ലാങ്ക് ഫയലാണ്, ഒരു പാക്കേജ് ആണ് ഇത് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് മാത്രം. നമ്മൾ പാക്കേജിനെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പാക്കേജിനെ ഇൻവോക്ക് ചെയ്യുമ്പോൾ ഈ ഒരു init.pyയും റൺ ആവും ഓട്ടോമാറ്റിക്കലി. ഓക്കെ, ഇനി ഈ പാക്കേജിനകത്ത് നമുക്ക് കുറച്ച് മൊഡ്യൂൾസ് ക്രിയേറ്റ് ചെയ്യാം. ആദ്യം നമുക്കൊരു സം മൊഡ്യൂൾ sum2 എന്ന് പറഞ്ഞിട്ടൊരു മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് അതിനകത്തൊരു ചെറിയ ഫംഗ്ഷൻ എഴുതാം അല്ലേ. sum2 ഒരു 2 നമ്പർ ആഡ് ചെയ്യാനുള്ള ഒരു ചെറിയ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ പ്രിന്റ് a+b ചെയ്യാനുള്ളൊരു ഫംഗ്ഷൻ എഴുതാം. ഓക്കെ, അതുപോലെ തന്നെ ഇത് കോപ്പി ചെയ്തിട്ട് ഞാനിവിടെ ഒരു product2 എന്ന് പറഞ്ഞിട്ട് പുതിയൊരു പൈത്തൺ ഫയൽ product2 എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് sum2ന് പകരം ഇവിടെ product2 ആക്കും. എന്നിട്ട് a+bക്ക് പകരം a×b. ഇപ്പൊ 2 മൊഡ്യൂൾസ് ആണ് ഈ പാക്കേജിനകത്തുള്ളത്. sum2 sum of 2 നമ്പേഴ്സ് കണ്ടുപിടിക്കാനും product2 product of 2 നമ്പേഴ്സ് കണ്ടുപിടിക്കാനും. ഓക്കെ, ഇനി നമുക്ക് ഈ പാക്കേജിനെ എങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് നോക്കാം. അപ്പൊ മാത്ത് പാക്കേജ് നമ്മളിവിടെ വന്നിട്ട് day 16ലേക്ക് തന്നെ വന്നിട്ട് ഞാനിവിടെ ന്യൂ പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഇവിടെ മെയിൻ പാക്കേജ് ഡെമോ എന്നുള്ള ഒരു പേര്. ഇനി എനിക്ക് ഈ മെയിൻ പാക്കേജ് ഡെമോയില്
ഈ മാത്ത് പാക്കേജിനകത്തുള്ള sum2 എന്നുള്ളൊരു മൊഡ്യൂൾ യൂസ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഫ്രം ഓക്കെ മാത്ത് പാക്കേജ് ഓക്കെ ഇമ്പോർട്ട് sum2 പാക്കേജിൽ നിന്ന് മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യാൻ. എന്നിട്ട് ഇപ്പോൾ പാക്കേജിൽ നിന്ന് മൊഡ്യൂൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ sum2 ഡോട്ട് ഓക്കെ മൊഡ്യൂളിൽ എന്താ നമ്മൾ കോൾ ചെയ്യേണ്ടത് ഫംഗ്ഷൻ്റെ പേരും sum2 തന്നെയാണ്. അപ്പോൾ sum2 ഡോട്ട് sum2 ഓഫ് 5 6 എന്ന് നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ റൺ ചെയ്യുമ്പോൾ 11 എന്ന് വന്നു. ഓക്കെ, അതായത് ഫ്രം പാക്കേജ് ഇമ്പോർട്ട് മൊഡ്യൂൾ. ഓക്കെ, ഇനി ഇതല്ലാണ്ട് വേറൊരു രീതിക്ക് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഫ്രം ഓക്കെ മാത്ത് പാക്കേജ് ഡോട്ട് നമുക്ക് പ്രാവശ്യം പ്രോഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യാം. പ്രോഡക്റ്റ് 2 അതായത് പാക്കേജ് നെയിം ഡോട്ട് മൊഡ്യൂൾ നെയിം. പ്രോഡക്റ്റ് 2 എന്ന് പറഞ്ഞാൽ മൊഡ്യൂൾ നെയിമാണ്. ഈ മൊഡ്യൂളിൽ അതായത് മാത്ത് പാക്കേജിലുള്ള പ്രോഡക്റ്റ് 2 മൊഡ്യൂളിൽ നിന്ന് എന്ത് ഇമ്പോർട്ട് ചെയ്യണം? ആ ഫംഗ്ഷൻ്റെ പേരും പ്രോഡക്റ്റ് 2 എന്നായതുകൊണ്ട് സെയിം ആണെന്നേ ഉള്ളൂ. ആ ഫംഗ്ഷൻ ഇമ്പോർട്ട് ചെയ്യണം. ഇനി നമുക്ക് നേരെ പ്രോഡക്റ്റ് 2 ഓഫ് സം 7 8 എന്ന് ഡയറക്റ്റ്ലി വിളിക്കാം. കാരണം നമ്മൾ ഈ ഫംഗ്ഷനെ നേരിട്ട് ഇമ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് റണ്ണ് കൊടുത്താൽ 56 7 56 എന്ന് വന്നു. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് പാക്കേജ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുക. ഒന്നില്ലെങ്കിൽ പാക്കേജിൽ നിന്ന് മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ പാക്കേജ് ഡോട്ട് മൊഡ്യൂളിൽ നിന്ന് നമുക്കൊരു ഫംഗ്ഷൻ ഇമ്പോർട്ട് ചെയ്യാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഇമ്പോർട്ട് മാത്ത് പാക്കേജ് എന്ന് പറഞ്ഞിട്ട് പാക്കേജിനെ മൊത്തത്തിൽ ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, പക്ഷെ അത് വെച്ച് മൊഡ്യൂളിൽ ഒന്നും നമുക്ക് വിളിക്കാൻ പറ്റില്ലെങ്കിലും ഈ init.py അപ്പോഴും റൺ ആവും. അപ്പോൾ നമ്മളിവിടെ ഒരു പ്രിന്റ് കൊടുത്തു വയ്ക്കുക. init.pyയിൽ ദിസ് ഇസ് init.py എന്ന് പറഞ്ഞിട്ട് അവിടെ സേവ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ ജസ്റ്റ് ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നോക്കൂ, ദിസ് ഇസ് init.py എന്നുള്ളത് ഇവിടെ പ്രിന്റ് ആയി. അതായത് ഈ പാക്കേജ് ഇമ്പോർട്ട് ആകുമ്പോൾ തന്നെ ഈ ഇനിറ്റ് വർക്ക് ആവുന്നുണ്ട് അല്ലെങ്കിൽ റൺ ആവുന്നുണ്ട് എന്നുള്ളതാണ് അതിനർത്ഥം. അതിനകത്തൊരു വേരിയബിളൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്താൽ, ഇപ്പോൾ നമ്മളിവിടെ a=10 എന്ന് ഡിഫൈൻ ചെയ്താൽ അതിനെ നമുക്ക് ഇവിടെ നിന്ന് വിളിക്കാവുന്നതാണ്. പ്രിന്റ് മാത്ത് പാക്കേജ് ഡോട്ട് എ എന്ന് വിളിച്ചാൽ നോക്കൂ 10 എന്ന് പ്രിൻ്റായി. ആ പാക്കേജിൻ്റെ ഉള്ളിലുള്ള എ നോക്കൂ നോക്കൂ 10 എന്ന് പ്രിൻ്റായി. അപ്പോൾ പാക്കേജ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇനിറ്റ് എപ്പോഴും റൺ ആവും, അത്രേ ഉള്ളൂ. അതൊരു സ്ഥിരമായിട്ട് അത് ബ്ലാങ്ക് ആയിട്ട് തന്നെയാണ് നമ്മൾ വെക്കാറ്. അപ്പോൾ പാക്കേജ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഇനിറ്റ് റൺ ആവുമെന്ന് കാണിക്കാനാണ് ഞാനിത് ചെയ്തത്. അപ്പം മൊഡ്യൂൾസിനെയും പാക്കേജസിനെയും കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ചെറിയ ചെറിയ പ്രോജക്ട്സ് എല്ലാം ഇതേപോലെ മൊഡ്യൂൾസും പാക്കേജസ് എല്ലാം വെച്ച് ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാവും. അപ്പോൾ ധാരാളം പ്രോഗ്രാംസ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം.